തമിഴ്നാട്ടിൽ നിന്ന് അസമിലേക്ക് പോയാൽ അവിടെ ഹിമന്ത യുഗമാണ്. വീണ്ടും BJP അധികാരത്തിലെത്തിച്ച ഹിമന്ത ബിശ്വ ശർമ്മയല്ലാതെ മറ്റൊരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല. പശ്ചിമ ബംഗാളിൽ BJP ഭരണം തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ആദ്യ തീരുമാനം തന്നെ വിവാദത്തിലായിട്ടുണ്ട്. SIR നിരീക്ഷകനെയാണ് തന്റെ ഉപദേഷ്ടാവായി സുവേന്ദു നിയമിച്ചിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ആകുമ്പോഴും കേരളത്തിൽ നാളെ എന്നതാണ് സ്ഥിതി. ജനമധികാരത്തിലേറ്റിയ പാർട്ടിയുടെ തർക്കങ്ങളിൽ കുടുങ്ങി മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം നോബിളും ആദിൽ പാലോടും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ആദ്യം റോഷിപാലിലേക്കാണ് പോകുന്നത്. റോഷിപാൽ, വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാനാരോഹണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി കണ്ടത് വിജയുടെ സ്ഥാനാരോഹണമാണ്. കേവല ഭൂരിപക്ഷം തികയ്ക്കാനില്ലാതെ പോയ ഒരാൾ എല്ലാ മുന്നണികളുമായും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും രാഷ്ട്രീയമായി ചേരാൻ കഴിയുന്ന എല്ലാ പാർട്ടികളുടെയും പിന്തുണയുമായി 4 തവണ ശ്രമിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു കേവല ഭൂരിപക്ഷമല്ല, വേണമെങ്കിൽ 2 കേവല ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് അവകാശപ്പെടാൻ കഴിയുന്നവർക്ക് ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. മാധു, സംസ്ഥാനത്ത് UDF-ന് ചരിത്ര വിജയം നേടി ഏതാണ്ട് 6 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വിശദമായ ചർച്ചകൾ നടന്നു. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചർച്ചകളാണ്. ആ ചർച്ചകൾക്കൊടുവിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വെല്ലുവിളിയാകുന്നത് നേരത്തെ പാർട്ടിക്കകത്തുണ്ടായ ഈ കലഹങ്ങൾ തെരുവിലേക്ക് നീങ്ങിയ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് തണുത്തു വരാനുള്ള സാഹചര്യം, അതിനുവേണ്ടി ഒരു കൂളിംഗ് പീരീഡായി നമ്മൾ ഇതിനെ കാണേണ്ടി വരും എന്നാണ് കരുതുന്നത്. കാരണം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു എന്ന സൂചനകളുണ്ട്. ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യത്തിനായി കാത്തിരിക്കുന്നു. ഇന്നലെ തന്നെ നേതാക്കൾ പ്രവർത്തകരോട് ഇനി പ്രകോപിതരായി തെരുവിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകി. ബോർഡുകളൊക്കെ ഇളക്കി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ അതൊക്കെ പ്രാവർത്തികമായി. ഇനി തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയാണ് അവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മാത്രമാണ് ദില്ലിയിൽ തുടരുന്നത്. ഇന്നലെ തന്നെ VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കേരളത്തിലേക്ക് തിരിച്ചതാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് നേതാക്കൾ ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും മടങ്ങിയത്. 63 കോൺഗ്രസ് MLA-മാരുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. എന്തുകൊണ്ട് ആരെ നിയമസഭാ കക്ഷി നേതാവാക്കുമെന്ന കാര്യം കൃത്യമായ സന്ദേശമായി ഈ 3 നേതാക്കൾക്കും ഹൈക്കമാൻഡ് നൽകും. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പം വരുമെന്ന് മാത്രമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയാകാം, അല്ലെങ്കിൽ നാളെയോ, ഒരുപക്ഷെ മറ്റന്നാളോ. അതിനപ്പുറത്തേക്കൊന്നും നീണ്ടുപോകില്ല. കാരണം ഘടകകക്ഷികൾ കർശനമായി നിലപാടെടുത്തിട്ടുണ്ട്. ഇനിയും വൈകരുത് മന്ത്രിസഭാ രൂപീകരണം. കാരണം ഇനി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ പിന്നീട് നിയമസഭാ കക്ഷി നേതാവിന്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ സത്യപ്രതിജ്ഞയും അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കണം. എന്നാൽ മാത്രമേ കോൺഗ്രസിന്റെ മന്ത്രിമാരെ അടക്കം തീരുമാനിക്കുന്ന ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീരുമാനം ഏറെ വൈകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊരു കൂളിംഗ് പീരീഡ് കൂടിയാണ്. കാരണം പ്രഖ്യാപനം വന്നാൽ മറ്റുള്ളവർ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് ശ്രമം നടത്തി അവർക്ക് സ്ഥാനം ലഭിക്കാത്തതിൽ അവരുടെ അനുയായികൾ തെരുവിൽ ഇറങ്ങാത്തൊരു സാഹചര്യം ഉരുത്തിരിയണം കേരളത്തിൽ. നിലവിൽ അങ്ങനെ ഒരു നിലമൊരുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടന്നാൽ ഒരുപക്ഷെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല, ബോർഡുകൾ ഉണ്ടാകില്ല, സാമൂഹ്യ മാധ്യമത്തിൽ വലിയ രീതിയിൽ ഹൈക്കമാൻഡിനെതിരെയുള്ള പ്രതിഷേധമോ പ്രതികരണങ്ങളോ ഉണ്ടാകില്ല എന്ന് കണക്കുകൂട്ടുന്നു. ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവ്, അവരും ഒരുപക്ഷെ VD സതീശനെ അനുകൂലിക്കുന്നവർക്ക് തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. അതൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടാവുകയും ക്രമസമാധാന പ്രശ്നമായി മാറുകയും ചെയ്യും എന്ന ഒരു ആശങ്ക ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് എല്ലാം തണുക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ നിന്നും തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശരി.